ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കേണ്ടത് 1ാം ക്ലാസ്സിലെ മാത്സ് ചാപ്റ്റർ ആയിട്ടുള്ള ആമീസ് ബർത്ത്ഡേ ആണ്. അപ്പോൾ നമുക്ക് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ബർത്ത്ഡേയുടെ ഒരു സെറ്റപ്പാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെയൊക്കെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുള്ളപ്പോൾ ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ? കേക്കും ബലൂൺസും ഒക്കെ ഉണ്ടായിരുന്നു കാണും അല്ലേ? ഓക്കെ, അപ്പോൾ അതുപോലെ ഒരു ബർത്ത്ഡേ പാർട്ടിയെ പറ്റി നമ്മൾ പഠിക്കും. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മാത്സ് കൂടി പഠിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലെറ്റ്സ് ഡെക്കറേറ്റ് ദ ക്ലാസ് റൂം. അപ്പോൾ ആമിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ക്ലാസ് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ഹായ് ആമി എന്നൊരു കുട്ടി പറയുകയാണ്. അപ്പോൾ ആമി ആരാണ്? ആ വീൽ ചെയറിലിരിക്കുന്ന കുട്ടിയാണ് ആമി. മിഴി എന്നുള്ളത് ആരാണ്? ആ റെഡ് റിബൺ വെച്ച കുട്ടിയാണ് മിഴി എന്ന് പറയുന്നത്. There were 9 children in the classroom. ക്ലാസ് റൂമിൽ 9 കുട്ടികൾ ഉണ്ടായിരുന്നു. ടുഗദർ വിത്ത് ആമി നൗ ദേ ആർ 10. അപ്പോൾ ആമി കൂടി ചേർത്ത് അവർ 9 പേരുണ്ടായിരുന്നു. നൗ ദേ ആർ 10. ഇപ്പോൾ മിഴി കൂടി വന്നപ്പോഴോ 10 പേരായി. 9 and 1 makes 10. 9 പേരുണ്ടായിരുന്നു, അതിനോടൊപ്പം ഒരാൾ കൂടി വന്നപ്പോൾ 10ആയി. 9 + 1 = 10. അഹാൻ ജോയിൻ ദം. ഇപ്പോൾ അഹാൻ കൂടി അവൻ്റെ ക്ലാസ്സിലേക്ക് വന്നു. അഹാൻ എന്ത് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്? ഞാൻ ബലൂൺ കെട്ടാൻ സഹായിക്കും. അഹാൻ ജോയിൻ ചെയ്ത സമയത്ത് എത്ര പേരായി? നേരത്തെ അവരെല്ലാവരും കൂടി 10 പേരുണ്ടായിരുന്നു. അഹാൻ കൂടി വന്നപ്പോഴോ 10 + 1. 10ൻ്റെ കൂടെ അഹാൻ ഒരാൾ കൂടി വന്നപ്പോൾ 11 പേരുണ്ട്. അവർ 10 + 1 = 11. 11 പേരാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അടുത്ത ബർത്ത്ഡേ കാർഡ്സിനെ പറ്റിയാണ്. ഹൗ മെനി ആർ ഇൻ ദ ലൈൻ? ഈ ലൈനിൽ എത്ര പേരുണ്ട്? അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യണം. എത്ര പേരാണ് ലൈനിലുള്ളത്? 11 പേരാണ് ലൈനായിട്ട് നിൽക്കുന്നത്. ആമിക്ക് ബർത്ത്ഡേ കാർഡ് കൊടുക്കാൻ എല്ലാവരും ലൈനായി നിൽക്കുകയാണ്. എത്ര പേരാണുള്ളത്? അവർ 11 പേരാണ് ഉള്ളത്. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് മിഴി ഫ്രം ദ ഫ്രണ്ട്? മിഴി ഫ്രണ്ടിൽ നിന്ന് എത്രാമതാണ് നിൽക്കുന്നത്? മിഴി ആരാണ്? ബ്ലൂ ബാൻഡിൽ റെഡ് ഫ്ലവർ വെച്ച കുട്ടിയാണ് മിഴി. അവൾ എത്രാമതാണ് നിൽക്കുന്നത് മുന്നിൽ നിന്ന്? 4ാമത്. 4th പൊസിഷൻ. ഫൈൻഡ് അഹാൻ സ്റ്റാൻഡിങ് ഫ്രം ദ ബാക്ക് ആൻഡ് ഡ്രോ എ സർക്കിൾ. അഹാൻ എവിടെയാണ് നിൽക്കുന്നത്? പിറകിൽ നിന്ന് 4ാമതാണ് നിൽക്കുന്നത്. അവന് ഒരു വട്ടം വരയ്ക്കാൻ. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഒരു യെല്ലോ കളറിൽ ഒരു വട്ടം വരച്ചിരിക്കുന്നത്? അതാണ് അഹാൻ. നേഹ ഈസ് ദ 6th ഫ്രം ദ ഫ്രണ്ട് ആൻഡ് ഓൾസോ ഫ്രം ദ ബാക്ക്. ഇനി നേഹ ആരാണ്? നേഹ നിങ്ങൾ കണ്ടില്ലേ? ഐ ആം ഇൻ ദ മിഡിൽ എന്ന് പറഞ്ഞ കുട്ടിയില്ലേ, അവളാണ് നേഹ. നേഹ എത്രാമതാണ് നിൽക്കുന്നത്? മുന്നിൽ നിന്നും 6ാമത്, പിന്നിൽ നിന്നും 6ാമതായാണ് നേഹ നിൽക്കുന്നത്. അവള് മിഡിലാണ് നിൽക്കുന്നത്, നടുക്കാണ് അവള് നിൽക്കുന്നത്. കാരണം എന്താണ്? അവളുടെ വലതുവശത്തും 5 പേരുണ്ട്, ഇടതുവശത്തും 5 പേരുണ്ട്. അവള് നടുക്കായിട്ടാണ് നിൽക്കുന്നത്, മിഡിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവൾ എന്ത് പറഞ്ഞത്? ഐ ആം ഇൻ ദ മിഡിൽ, ഞാൻ നടുക്കാണ് നിൽക്കുന്നത്. ഇനി എന്താണ്? ലെറ്റ്സ് മേക്ക് എ ഗ്രീറ്റിംഗ് കാർഡ്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ആ ബർത്ത്ഡേ കാർഡ് കണ്ടല്ലോ. അടുത്ത ലെറ്റ്സ് ഡെക്കറേറ്റ്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം അവിടെയെല്ലാം. ആമി ആൻഡ് ഫ്രണ്ട്സ് ആർ ഡെക്കറേറ്റിംഗ് ദ ക്ലാസ് റൂം. ആമിയും അവളുടെ ഫ്രണ്ട്സും ചേർന്ന് ക്ലാസ് റൂം എല്ലാം ഡെക്കറേറ്റ് ചെയ്യുകയാണ്, അലങ്കരിക്കുകയാണ്. മിഴി, വി ക്യാൻ കട്ട് ലൈക്ക് ദിസ് ടു മേക്ക് ഫെസ്റ്റൂൺസ്. നമുക്ക് ഇങ്ങനെയുള്ള ഈ അലങ്കരിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കാൻ ഇങ്ങനെ കട്ട് ചെയ്യാമെന്ന് ആര് പറയുകയാണ്? ആമി മിഴിയോട് പറയുകയാണ്. ഹൗ? ലെറ്റ് മീ സീ. എങ്ങനെയാണ് എന്ന് അവൾ ചോദിക്കുകയാണ് മിഴി. അപ്പോൾ ആമി മിഴിക്ക് അത് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ടേബിളിൽ എത്ര അലങ്കാര വസ്തുക്കളാണുള്ളത്? ഹൗ മെനി ഓൺ ദ ടേബിൾ? ഹൗ മെനി ഓൺ ദ ടേബിൾ? ടേബിളിൽ എത്ര എണ്ണമുണ്ട്? ടേബിളിൽ 10 എണ്ണമുണ്ട്. ആഫ്റ്റർ കട്ടിംഗ് ഔട്ട് 2 more 10 and 2 makes 12. ഇനി അവർ 2 ഫെസ്റ്റൂൺസ് കൂടി കട്ട് ചെയ്തു. ഇപ്പോൾ എത്രയുണ്ട്? 10 നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ 2 കൂടി കട്ട് ചെയ്തു. 10 + 2, 10ഉം 2ഉം കൂടി ചേർത്താൽ എത്രയാണ്? 12. 10 + 2 = 12. ഇപ്പോൾ എന്താണ്? ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് ആണ് കാണുന്നത് നമ്മൾ. അവർ ഹാപ്പി ബർത്ത്ഡേ എന്ന ഒരു അലങ്കാര വസ്തു അവിടെ തൂക്കിയിടാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവർ ഓരോ ലെറ്റേഴ്സായിട്ട് ഇങ്ങനെ വെച്ചു. ഹാപ്പി ബർത്ത് വരെ അവർ വെച്ചു. ഇനി അത് കഴിഞ്ഞ് 3 ലെറ്റേഴ്സ് കൂടി വെക്കാനായിട്ടുണ്ട്. ഡിയും എയും വൈയും ഇനി അവർക്ക് വെക്കാനായിട്ടുണ്ട്. നമ്പർ ഓഫ് കാർഡ്സ് പേസ്റ്റഡ്. ഇപ്പോൾ അവർ എത്ര എണ്ണം വെച്ചു എന്ന് എണ്ണി നോക്കിയേ. എച്ച് മുതൽ അടുത്ത എച്ച് വരെ എണ്ണി നോക്കണം. എച്ച്, എ, പി, വൈ,
BIRTH. എത്ര അക്ഷരങ്ങളുണ്ടത്? 10 അക്ഷരങ്ങൾ ഇപ്പോൾ അവർ പേസ്റ്റ് ചെയ്തു. ഇനി റിമൈനിങ് കാർഡ്സ് ടു പേസ്റ്റ്. ഇനി അവർ എത്ര കാർഡ്സ് പേസ്റ്റ് ചെയ്യാനുണ്ട്? ഹാപ്പി ബർത്ത് ഡേ എന്നല്ലേ? അപ്പോൾ ഡിയും എയും വൈയും ഇനി പേസ്റ്റ് ചെയ്യാനുണ്ട്. ഇനി 3 ലെറ്റേഴ്സ് പേസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അവർ നേരത്തെ 10 കാർഡ്സ് പേസ്റ്റ് ചെയ്തു. ഇനി 3 കൂടിയുണ്ട്. 10 and 3 make 13. 10ഉം 3ഉം കൂടി ചേർന്നാൽ 13. 10 plus 3 equal to 13. Write the numbers from 1 to 13 in order. 1 മുതൽ 13 വരെയുള്ള സംഖ്യകൾ ഓർഡറിൽ എഴുതാനാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. Let's light candles. ഇനി നമുക്ക് മെഴുകുതിരികൾ കത്തിക്കാം. നമ്പർ ഓഫ് ക്യാൻഡിൽസ് ഇൻ ദ പാക്കറ്റ്. ഇപ്പോൾ ഇവിടെ ഒരു പാക്കറ്റ് കണ്ടല്ലോ, അതിൽ എത്ര മെഴുകുതിരികൾ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം. മൊത്തം 10 മെഴുകുതിരികളാണ് അതിലുള്ളത്. അത് കൗണ്ട് ചെയ്യുക നിങ്ങൾ. എന്നിട്ട് ഇനി പുറത്ത് നോക്കിയാൽ പാക്കറ്റിന് പുറത്ത് എത്രയുണ്ട്? ഔട്ട്സൈഡ് പുറത്ത് എത്രയുണ്ട്? 4 എണ്ണം ഉണ്ട്. 10 and 4 makes 14. 10 ക്യാൻഡിൽസ് പാക്കറ്റിനകത്തും 4 എണ്ണം പുറത്തുമാകുമ്പോൾ 14 എണ്ണം ഉണ്ട്. ഇനി അടുത്ത ബർത്ത്ഡേ കേക്ക് നോക്കുക. കേക്ക്, പീസസ് ഓഫ് കേക്ക്, എത്ര പീസ് കേക്കാണ് ടേബിളിൻ്റെ മുകളിലുള്ളത്? നോക്കിയേ, കൗണ്ട് ചെയ്യുമ്പോൾ 10 കിട്ടും. ഹൗ മെനി മോർ പീസസ് മസ്റ്റ് ബി കട്ട് ടു ഗിവ് എവ്രി വൺ എ പീസ്. അവിടെ എത്ര കുട്ടികളുണ്ടെന്ന് ആദ്യം നമ്മൾ കൗണ്ട് ചെയ്യണം. പക്ഷെ 10 കേക്കേ ഉള്ളൂ, കേക്ക് പീസസേ ഉള്ളൂ. ഇനി എത്ര കൂടി കട്ട് ചെയ്യണം? ഇനി അവിടെ 15 പേരുണ്ട്, പക്ഷെ ഇപ്പോൾ 10 പീസ് കേക്കേ ഉള്ളൂ. ഇനി 5 കൂടി കട്ട് ചെയ്യണം. അപ്പോൾ 10ഉം 5ഉം ചേർന്നാൽ 15. 10 and 5 makes 15. 10 plus 5 is equal to 15. Dance. They wore flower shaped mask. അവരെല്ലാവരും ഡാൻസിനായി ഫ്ലവർ ഷേപ്ഡ് മാസ്ക് ധരിക്കാൻ തുടങ്ങി. ഫ്ലവർ ഷേപ്ഡ് മാസ്ക് എന്ന് പറഞ്ഞാൽ പൂക്കളുടെ ആകൃതിയിലുള്ള മാസ്കുകൾ. ആൻഡ് ദേ ഗോട്ട് റെഡി ഫോർ ദ ഡാൻസ്. എന്നിട്ട് അവർ ഡാൻസിനായി തയ്യാറാവുകയാണ്. ഹൗ മെനി ഫ്ലവേഴ്സ്. ഇപ്പോൾ അവർ എത്ര ഫ്ലവർ മാസ്കുകളാണ് ഇവിടെ ഉള്ളത്? 10. ആർ ദേ ഇനഫ് മാസ്ക് ഫോർ ഓൾ. അവരെല്ലാവരും എത്ര പേരുണ്ട്? എല്ലാവരും കൂടി ചേർന്നാൽ 16 പേര്, 16 ഉണ്ട്. എന്നാൽ ഇവിടെ 10 മാസ്കുകളേ ഉള്ളൂ. ഇനി 6 കൂടി വേണം. 10 and 6 makes 16. 10ഉം 6ഉം ചേർന്നാൽ 16. ഗിഫ്റ്റ് ടു ഫ്രണ്ട്സ്. ഫ്രണ്ട്സിനുള്ള ഗിഫ്റ്റുകൾ. ഐ വിൽ ഗിവ് യു ഓൾ പേപ്പർ ഫ്ലവേഴ്സ് ഐ ഹാവ് മെയ്ഡ്. അപ്പോൾ ആമി എന്താണ് പറയുന്നത്? ഞാൻ എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കിയ പേപ്പർ ഫ്ലവേഴ്സ് കൊടുക്കും. അപ്പോൾ ഇവിടെ എത്ര പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ട്? ആദ്യ സൈഡിൽ 10 ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ 7 എണ്ണം ഉണ്ട്. 10ഉം 7ഉം ചേർന്നാൽ 17. 10 and 7 makes 17. അതുപോലെ തന്നെ ഈ പിക്ചേഴ്സ് കൗണ്ട് ചെയ്തേ. ആദ്യ സൈഡിൽ എത്ര ഡക്കുകളുണ്ട്? 10 ഉണ്ട്. അടുത്ത സൈഡിലോ 8 എണ്ണമുണ്ട്, 8 ഉണ്ട്. 10ഉം 8ഉം ചേർന്നാൽ 18. അതുപോലെ തന്നെ അടുത്തത് നോക്കിയേ. അടുത്ത ആദ്യ സൈഡിൽ എത്ര പേരുണ്ട്? എത്ര കാറ്റാടികളാണുള്ളത്? 10. അടുത്ത സൈഡിലോ 9. 10ഉം 9ഉം ചേർന്നാൽ 19. 10 and 9 makes 19. ഇനി അടുത്ത ഐസ്ക്രീം. ഐസ്ക്രീം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ആമിയുടെ അമ്മ അവർക്ക് എല്ലാവർക്കും വേണ്ടി ഐസ്ക്രീം ഉണ്ടാക്കി. ഹൗ മെനി കപ്സ് ഇൻ ദ ഫസ്റ്റ് ബോക്സ്. ആദ്യ ബോക്സിൽ എത്ര ഐസ്ക്രീം കപ്സ് ഉണ്ട്? കൗണ്ട് ചെയ്തേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 എണ്ണമാണ് ആദ്യ ബോക്സിലുള്ളത്. രണ്ടാമത്തെ ബോക്സിലോ നിങ്ങൾ കൗണ്ട് ചെയ്തോ? കൗണ്ട് ചെയ്താലും അതേ ആൻസർ തന്നെയാണ് കിട്ടുന്നത്. രണ്ടാമത്തെ ബോക്സിലും 10 ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർന്നാൽ എത്രയാണ്? 10 plus 10 equal to 20. 10 and 10 makes 10ഉം 10ഉം ചേർന്നാൽ 20. ഹൂ ഈസ് ഹൈഡിങ്. ആരാണ് അവിടെ ഒളിച്ചിരിക്കുന്നത്? അവിടെ 1 മുതൽ 20 വരെയുള്ള ഓരോ ഡോട്ട്സ് ഇട്ടിട്ടുണ്ട്. ആ ഡോട്ട്സ് എല്ലാം കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഡോൾഫിനെ കിട്ടും. അപ്പോൾ 1 മുതൽ 20 വരെ നമ്മൾ കണക്ട് ചെയ്ത് വരച്ചാൽ ഒരു ഡോൾഫിനെ കിട്ടും. അടുത്ത് എന്താണ്? നമുക്കൊരു ഗെയിം കളിക്കാം. ലെറ്റ്സ് പ്ലേ. നമുക്കൊരു ഗെയിം കളിക്കാം. എന്താണ്? അവിടെ കുറച്ച് നമ്പേഴ്സ് മിസ്സിംഗ് ആണല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാണിത് ഫില്ല് ചെയ്യുക? നിങ്ങളുടെ ടെക്സ്റ്റിലേക്ക് നോക്കിയാൽ അവിടെ കുറച്ച് നമ്പേഴ്സ് മിസ്സിംഗ് ആണ്. എല്ലാ റോയിലും എല്ലാ കോളത്തിലും 1 മുതൽ 4 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടായിരിക്കണം. അതാണ് കളിയുടെ നിയമം. എന്ന് പറഞ്ഞാൽ എന്താണ്? റോ എന്ന് പറഞ്ഞാൽ നേരെയുള്ള വരകൾ നിങ്ങൾ ശ്രദ്ധിക്കണം.
അത് കഴിഞ്ഞ് കോളം എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക് നോക്കണം. എങ്ങനെ നോക്കിയാലും 1 മുതൽ 4 വരെ ഉണ്ടായിരിക്കണം ആ ബോക്സസുകളിൽ. അപ്പോൾ ആദ്യത്തെ ബോക്സ് നോക്കിയേ, ആദ്യത്തെ കോളം നോക്കാം. നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് നോക്കാം. ആദ്യത്തെ കോളത്തിൽ 1 ഉണ്ട്, 3 ഉണ്ട്, പിന്നെ ഒന്ന് മിസ്സിംഗ് ആണ്, പിന്നെ 2 ഉണ്ട്. അപ്പോൾ 1 to 4 അവിടെ ഏതാണ് ഇല്ലാത്തത്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, പക്ഷെ അവിടെ 4 ഇല്ല. അപ്പോൾ നമ്മളവിടെ 4 ആണ് എഴുതി കൊടുക്കേണ്ടത്. അടുത്ത ബോക്സ് നോക്കിയേ, അടുത്ത കോളം നോക്കുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ട്? 4 ഉണ്ട്, 3 ഉണ്ട്. അവിടെ ഇനി 2 കോളം ബ്ലാങ്ക് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അറിയാം? നമുക്ക് മനസ്സിലായി അവിടെ ഇനി നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് 1ഉം 2ഉം ആണെന്ന്. പക്ഷെ നമുക്കൊരു ഡൗട്ട് ഉണ്ട് അല്ലേ, എവിടെയാണ് ഞാൻ 1 ഇടേണ്ടത്, എവിടെയാണ് 2 ഇടേണ്ടത്? അപ്പോൾ അതെങ്ങനെ നമുക്ക് ക്ലിയർ ആക്കാം? നമ്മൾ ആദ്യത്തെ റോ എടുത്ത് അവിടെ 1 മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് ഫില്ല് ചെയ്തു, 2, 3, 4 എന്നങ്ങ് ഫില്ല് ചെയ്തു. അപ്പോൾ പിന്നെ ആരാണ് ബാക്കിയുള്ളത്? 1 മാത്രം. അപ്പോൾ ഏറ്റവും അവസാനത്തെ ബോക്സിൽ നമ്മൾ 1 കൂടി എഴുതി കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് കോളം ഫില്ല് ചെയ്തത്. അതുപോലെ നിങ്ങൾ മൊത്തം ഫില്ല് ചെയ്യാനാണ്. ജോയിൻ ടുഗദർ, സിങ് ടുഗദർ. നമുക്ക് ഒരുമിച്ചൊരു പാട്ട് പാടാം. 10 little birdies on a bow, one more join them, how many now? അവർ 10 പക്ഷികൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരാൾ കൂടി വന്നു. എന്നാൽ ഇപ്പോൾ എത്ര പേരുണ്ട്? 10 + 1 = 11. അടുത്തത് നോക്കിയേ, 11 little birdies on a bow, one more join them, how many now? 11 പേരുണ്ടായിരുന്നു, ഒരാൾ കൂടി ചേർന്നു, അപ്പോൾ എത്ര പേരുണ്ട് ഇപ്പോൾ? 12 പേർ. 11 + 1 = 12. 11 + 1 = 12. അപ്പോൾ അടുത്ത ഒരു വർക്കാണ് നിങ്ങൾ ചെയ്യുക. 10 and 1 make 11. 10ഉം 1ഉം ചേർന്നാൽ 11. 11 and 1 make 12. 11ഉം 1ഉം ചേർന്നാൽ 12. 12 and 1 make 13. 12ഉം 1ഉം ചേർന്നാൽ 13. 13 and 1 make 14. 13ഉം 1ഉം ചേർന്നാൽ 14. 14 and 1 make 15. 14ഉം 1ഉം ചേർന്നാൽ 15. ഇനി എന്താണ്? 15. 15 and dash make dash. 15ഉം എന്തും ചേർന്നാൽ എന്താകും? നമ്മൾ നേരത്തെ വന്ന പാറ്റേൺ പോലെ എഴുതുകയാണെങ്കിൽ 15 + 1 = 16 അല്ലേ. അപ്പോൾ 15 and 1 make 16. 16 and 1 make 17. അങ്ങനെ 20 വരെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അവസാനം എന്ത് കിട്ടും? 19 and 1 makes 20. 19ഉം 1ഉം ചേർന്നാൽ 20. ലെറ്റ്സ് കളർ. ഇനി എന്താണ്? നമുക്ക് കളർ ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യത്തെ കോളത്തിൽ കണ്ടോ 15 എന്ന് എഴുതിയിരിക്കുന്നു. അവിടെ നമുക്ക് ഒരുപാട് ബോക്സുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 15 ബോക്സസ് ആദ്യം കളർ ചെയ്യുക. അടുത്ത് 17 തന്നിരിക്കുന്നിടത്തോ 17 ബോക്സസ് കളർ ചെയ്യണം. 16 എന്ന് തന്നിരിക്കുന്നിടത്ത് 16 ബോക്സസും. അങ്ങനെ 18, 19, 20 എന്ന് പറയുമ്പോൾ എന്താണ്? ഓരോ എണ്ണത്തിനനുസരിച്ചുള്ള ബോക്സുകൾ നമ്മൾ കളർ ചെയ്ത് കൊടുക്കുക. 18 എന്ന് പറയുമ്പോൾ 18 ബോക്സസ് കളർ ചെയ്യുക. 20 എന്ന് പറയുമ്പോൾ 20 ബോക്സസ് കളർ ചെയ്ത് കൊടുക്കണം. 19 എന്ന് പറയുമ്പോൾ 19 ബോക്സസ് കളർ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സിനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതണം. അപ്പോൾ നിങ്ങൾ കളർ ചെയ്തോ? അപ്പോൾ ഇനി നമ്മൾ കൗണ്ട് ചെയ്ത് പറയണം. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ഓർഡർ പറഞ്ഞേ. 15, 16, 17, 18, 19, 20. അപ്പോൾ അടുത്ത ആക്ടിവിറ്റി നോക്കിയേ. ഹിയർ ആർ 2 cards ഫോർ യു ടു കളർ. 2 cards ഉണ്ട്. ഇത് ഫസ്റ്റ് കാർഡാണ്. അപ്പോൾ നമ്മളിതിൽ എന്താണ് ചെയ്യേണ്ടത്? ഇതിന് ലാർജസ്റ്റ് നമ്പർ ഓരോ റോയും നമ്മൾ നോക്കണം. അതിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ആരാണോ അവർക്ക് കളർ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് റോ നോക്കി ആരൊക്കെയാണുള്ളത്? 11, 6, 7, 10, 8. അതിൽ ആരാണ് ഏറ്റവും വലിയ നമ്പർ? 11. അപ്പോൾ അവന് നമ്മൾ കളർ കൊടുക്കണം. പിന്നെയോ 9, 12, 8, 11, 10. അതിലാരാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് നമ്പർ? 12. അവന് നമ്മൾ കളർ കൊടുക്കണം. അതുപോലെ അടുത്ത 3 റോ കൂടി ചെയ്യണം. അപ്പോൾ അടുത്ത റോയിൻ്റെ ആൻസർ എന്ത് വരും? 12, 10, 13, 9, 11. ഇതിലാരാണ് ഏറ്റവും വലുത്? 13. അടുത്ത ആരാണ്? 11, 12, 9, 14 and 10. അതിലാരാണ് ഏറ്റവും വലുത്? 14. അടുത്തതിലോ? അടുത്ത റോയിൽ 15 ആണ് വലുത്. എന്നിട്ട് നമ്മൾ എന്തു ചെയ്യണം? ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന പോലെ നമ്മൾ ഈ നമ്പേഴ്സ് എഴുതുക. 11, 12, 13, 14, 15. ഇനി അടുത്ത കാർഡ് കണ്ടോ? ഗ്രീൻ കാർഡ്. അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും ചെറിയ നമ്പറിന് വേണം നമ്മൾ കളർ കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തെ റോയിൽ ഏറ്റവും ചെറിയ നമ്പർ ആരാണ്? 15, 12, 14, 11, 10. ഇവരിൽ ആരാണ് ഏറ്റവും ചെറുത്?
10. അടുത്ത റോ നോക്കിയേ, 14, 10, 12, 9, 13. അവരിൽ ആരാണ് ഏറ്റവും ചെറുത്? 9. അടുത്ത ആരാണ്? 13, 14, 8, 10, 11. അതിലാരാണ് ഏറ്റവും ചെറുത്? 8. അതുപോലെ അടുത്ത 2 റോ കൂടി ഫില്ല് ചെയ്യുക. അതിലാരാണ് അടുത്ത റോയിൽ ഏറ്റവും ചെറുത്? 7 ആണ്. അതിൻ്റെ അടുത്ത റോയിൽ 6 ആണ്. അടുത്ത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ഓർഡറിൽ ഇതും എഴുതുക. അപ്പോൾ എന്ത് വരും? 6, 7, 8, 9, 10 എന്ന് വരും. അപ്പോൾ ഇത്രയും പഠിച്ചപ്പോൾ നമ്മളുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നമ്മൾ ഈ ചാപ്റ്റർ മൊത്തം പഠിച്ചു. അപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ഉണ്ടെങ്കിലോ കമൻസ് ആയിട്ട് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും. ബൈ.